ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ 11ാമത്തെ ചാപ്റ്റർ ജോമെട്രി ആൻഡ് ആൾജിബ്രയിലെ 4ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. നമ്മൾ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി ഒരു പർട്ടിക്കുലർ റേഷ്യോയിൽ ഒരു ലൈനെ കട്ട് ചെയ്യുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ പി എന്ന പോയിന്റ് എ ബി എന്ന A24 B87 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലൈന് 1:2 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ് ആണ് പി. പിയുടെ കോർഡിനേറ്റ് എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഈ ടോട്ടൽ ഡിസ്റ്റൻസിന്റെ 1/3 പാർട്ട്, 1 + 2 3 ഈക്വൽ പാർട്ടിലേക്ക് 1 പാർട്ടാണ് എ പി. അപ്പോൾ എ പി എന്ന് പറഞ്ഞാൽ 1/3 × എ ബി ആണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാണ്. ഇവിടെ ഈ ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു, അതായത് എക്സ് ആക്സിന് പാരലലായിട്ട് ഒരു ലൈൻ, വൈ ആക്സിന് പാരലലായിട്ട് ഒരു ലൈൻ. അങ്ങനെ വരച്ചു കഴിയുമ്പോൾ ഈ ഡിസ്റ്റൻസ് നമുക്കറിയാം. അതായത് ആർ എന്ന് പറയുന്ന AR എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇതിന്റെ എക്സ് കോർഡിനേറ്റ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. 8 - 2 4 6 അല്ലെ ഇതിന്റെ എക്സ്. അതായത് കാരണം ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിന്റെ എക്സ് കോർഡിനേറ്റും ഇതിന്റെ എക്സ് കോർഡിനേറ്റും തമ്മിലുള്ള ഡിഫറൻസ് 8 - 2 6. അതുപോലെ BR എന്ന് പറയുന്നത് 7 - 4 ദാറ്റ് ഈസ് 3 എന്ന് കിട്ടും. BR എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ ഇവിടെ ഈ ട്രയാംഗിൾ രണ്ടും എടുത്തു കഴിഞ്ഞാൽ ഇത് 90 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്. ഈ ആംഗിളും ഈ ആംഗിളും കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണ്. അതുകൊണ്ട് ഈ രണ്ട് ട്രയാംഗിളും ഒരേ ആംഗിൾസ് ഉള്ള ട്രയാംഗിൾ ആണ്. അതുകൊണ്ട് സൈഡ് സ്കെയിൽഡ് ബൈ ദി സെയിം ഫാക്ടർ ആണ്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഈ ഡിസ്റ്റൻസിന്റെ 1/3 ആണ് ഇതെങ്കിൽ ഇതിന്റെ 1/3 ആയിരിക്കും ഇത്. അതായത് 3യുടെ 1/3 1 യൂണിറ്റും, അതുപോലെ ഇതിന്റെ 1/3 ആയിരിക്കും ഇത്. അതായത് 6ന്റെ 1/3 2 യൂണിറ്റ്. അപ്പോൾ എ പി ഈസ് 1/3 എ ബി. therefore AQ ഈസ് 1/3 AR. 1/3 AR എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പോൾ 1/3 × 6 അതായത് ഇത്രയും 6 ആണ്. 6ന്റെ 1/3 2, അതുപോലെ 3യുടെ 1/3 1. അപ്പോ നമുക്ക് എന്ത് കിട്ടി? ഈ എ എന്ന പോയിന്റിൽ നിന്ന് 2 യൂണിറ്റ് റൈറ്റിലേക്ക് പോയിട്ട് 1 യൂണിറ്റ് മുകളിലേക്ക് പോകുന്ന പോയിന്റ് ആണ് പി. അപ്പോൾ 2 യൂണിറ്റ് റൈറ്റിലേക്ക് ആയതുകൊണ്ട് എക്സ് കോർഡിനേറ്റ് 2 കൂടും. 2 + 2 4. 1 യൂണിറ്റ് മുകളിലേക്ക് ആയതുകൊണ്ട് 4 + 1 5. അപ്പോൾ therefore the coordinate of P are 4 5. അതായത് എക്സ് കോർഡിനേറ്റിനോട് ഈ ഡിസ്റ്റൻസിന്റെ മൊത്തം ഡിസ്റ്റൻസിന്റെ 1/3 കൂട്ടി, അതുപോലെ തന്നെ വൈ കോർഡിനേറ്റിനോട് ഈ ഡിസ്റ്റൻസിന്റെ 1/3 കൂട്ടി. അപ്പോൾ we get the coordinate of the point P, that is 4 5. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, അങ്ങനെയാണ് ഇതിന്റെ ജനറൽ ഫോർമുല എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. A x1 y1 and B x2 y2 are 2 points on the line, and P xy which divides AB in the ratio m:n. അപ്പൊ നമ്മളിവിടെ എടുത്ത മാതിരി ഇങ്ങനെ ട്രയാംഗിൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് എന്ത് വരും? y2 - x2 - x1 ആയിരിക്കും ഈ ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസോ y2 - y1 അല്ലേ? അപ്പോ ഇവിടെ എ പി എന്ന് പറയുന്നത് ആകെയുള്ള ഈ ഡിസ്റ്റൻസിനെ m+n പാർട്ട് ആക്കിയതിൽ m പാർട്ട്, അതായത് m/m+n പാർട്ട് ഓഫ് എ ബി ആണ് എ പി എന്ന് പറയുന്നത്. കാരണം ആകെയുള്ള ഈ ഡിസ്റ്റൻസിനെ m:n എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്ന പറഞ്ഞാൽ m+n ഈക്വൽ പാർട്ട് ആക്കിയതിൽ m പാർട്ട്, അതാണ് m/m+n × എ ബി. അപ്പോ AR എന്ത് വരണം? AR എന്ന് പറയുന്നത് ഇതിന്റെ x2 - x1 നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ BR എന്ന് പറയുന്നത് y2 - y1. y ഡിഫറൻസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്, y കോർഡിനേറ്റ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, x കോർഡിനേറ്റ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. ഇത് x2 - x1, ഇത് y2 - y1. അപ്പോ ഈ മൊത്തം എ പിയുടെ m/m+n പാർട്ടാണ് എ പി. അതുകൊണ്ട് ഇതിന്റെ m/m+n പാർട്ടാണ് ഏത്? AQ. അപ്പൊ AQ is equal to m/m+n into x2 - x1. അതുപോലെ PQ is equal to m/m+n into y2 - y1. ഇതിന്റെ m/m+n പാർട്ടാണ് ഇത്, ഇതിന്റെ m/m+n പാർട്ടാണ് ഇത്. അപ്പൊ അതുകൊണ്ട് AQ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് m/m+n into x2 - x1. അപ്പൊ ഇതിന്റെ x കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ x1 plus m/m+n into x2 - x1. അതുപോലെ PQ എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് m/m+n into y2 - y1 ആണ്. അപ്പൊ അതുകൊണ്ട് പിയുടെ y കോർഡിനേറ്റ് y1 plus m/m+n into y2 - ഇതൊരു ഫോർമുല ആയിട്ട് ഓർത്തിരിക്കാൻ നമുക്ക് എളുപ്പത്തിൽ ഏത് റേഷ്യോയിലും ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ് കോർഡിനേറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഒരു പോയിന്റ് x1, ഒന്നാമത്തെ പോയിന്റ് x1 y ആണ്, അടുത്ത x2 y2,
അതിനെ m/n എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ് എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് x1 പ്ലസ്, അതായത് ഫസ്റ്റ് പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് പ്ലസ് m/m+n ഇൻറ്റു x2 മൈനസ് x1 അതുപോലെ y ഈസ് ഈക്വൽ ടു y1 പ്ലസ് m/m+n ഇൻറ്റു y2 മൈനസ് y1. ഇതൊരു ഫോർമുലയായിട്ട് ഓർത്തിരുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഏത് പോയിന്റിന്റെ കോർഡിനേറ്റും കണ്ടുപിടിക്കാം. അപ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് ദി പോയിന്റ് വിച്ച് ഡിവൈഡ്സ് ദി ലൈൻ ജോയിനിങ് ദി പോയിന്റ്സ് -1 6 ആൻഡ് 11 2 ഇൻ ദി റേഷ്യോ 1:3. അപ്പോൾ ഇവിടെ m/n എന്ന് പറഞ്ഞാൽ 1:3 ആണ്, x1 y1 എന്ന് പറഞ്ഞാൽ -1 6 ആണ്, x2 y2 എന്ന് പറഞ്ഞാൽ 11 2 ആണ്. അപ്പോൾ a -1 6 b 11 2 റേഷ്യോ 1:3. അപ്പോൾ പിയുടെ കോർഡിനേറ്റ്, അതിന്റെ എക്സ് കോർഡിനേറ്റ് കാണാനുള്ള ഫോർമുല എന്താണ്? x1 പ്ലസ് m/m+n ഇൻറ്റു x2 മൈനസ് x1. അപ്പോൾ ഒരു പോയിന്റ് x1 y1, അടുത്ത x2 y2, റേഷ്യോയെ m/n എടുക്കുന്നു. അപ്പോൾ നമുക്ക് ഫോർമുല എടുക്കാം. എക്സ് കാണാനുള്ള ഫോർമുല x1 പ്ലസ് m/m+n ഇൻറ്റു x2 മൈനസ് x1. അപ്പോൾ x1 എന്ന് പറയുന്നത് -1 പ്ലസ് 1/1+3, അതായത് 1/4. ആകെയുള്ളതിന് 4 ഈക്വൽ പാർട്ട് ആക്കിയാൽ 1 പാർട്ട്. അപ്പോൾ 1/4 ഇൻറ്റു x2 മൈനസ് x1, 11 മൈനസ് -1. അപ്പോൾ എന്ത് കിട്ടും? -1 പ്ലസ് 1/4 ഇൻറ്റു 11 പ്ലസ് 1. മൈനസ് എന്ത് വരും? പ്ലസ് വരും. അപ്പോൾ 1 പ്ലസ് 1 -1 പ്ലസ് 1/4 ഇൻറ്റു 12 ആവും. 12/4 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ -1 പ്ലസ് 3 ദാറ്റ് ഈസ് 2. അതായത് ഈ സിംപ്ലിഫിക്കേഷൻ, അതായത് മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞിട്ട് അഡീഷൻ പറ്റുള്ളൂ. -1 പ്ലസ് 3 2. അപ്പോൾ ഇതിന്റെ എക്സ് കോർഡിനേറ്റ് 2 ആണ്. അതുപോലെ y കോർഡിനേറ്റ് നോക്കാം. y ആണല്ലോ ഫോർമുല. y ഈക്വൽ ടു y1 പ്ലസ് m/m+n ഇൻറ്റു y2 മൈനസ് y1. അവിടെ റേഷ്യോയ്ക്കൊന്നും മാറ്റമില്ല. x1 y1 വരം y1 x1 x2 വരും y1 y2, അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഇവിടെ എക്സ് കോർഡിനേറ്റ് y1 പ്ലസ് 6 പ്ലസ് y കോർഡിനേറ്റ് 6 പ്ലസ് 1/4, ആകെയുള്ള 1:3 എന്ന് പറയുമ്പോൾ 1/4 ഇൻറ്റു y2 മൈനസ് y1 2 മൈനസ് 6. അപ്പോൾ എന്ത് കിട്ടി? 6 പ്ലസ് 1/4 ഇൻറ്റു 2 മൈനസ് 6 എന്ന് പറഞ്ഞാൽ -4 എന്ന് വരും. അപ്പോൾ 6 പ്ലസ് 1/4 ഇൻറ്റു -4, 1/4 ഇൻറ്റു -4 -1 ആണ്. അപ്പോൾ 6 മൈനസ് 1 ദാറ്റ് ഈസ് 5. Therefore the coordinate of P is 2 5. Coordinate of P is 2 5. P and Q are points on the line joining A32 and B87. Find P and Q such that AP is to PB 2:3 and AQ is to QB 3:2. അപ്പോൾ രണ്ട് പാർട്ടാണ്. അപ്പോൾ ഇതുപോലെ തന്നെ രണ്ട് പോയിന്റ് തന്നിട്ടുണ്ട്. A x1 y1, B x2 y2. ഡിവൈഡഡ് ഇൻ ദി എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? P and Q are points on the line joining A32 and B87 such that P divides AB in the ratio AP is to PB 2:3. ഇത് 3:2. അപ്പോൾ രണ്ട് പോയിന്റ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. തന്നിരിക്കുന്ന ലൈൻ A32 B87, P എന്ന് പറഞ്ഞ പോയിന്റ്, Q എന്ന പോയിന്റ്. അപ്പോൾ AP is to PB 2:3 ആണ്, AQ is to QB 3:2 ആണ്. അപ്പോൾ ആദ്യം പിയുടെ കണ്ടുപിടിച്ച് നോക്കാം. പിയുടെ കണ്ടു തരണം. ഇതിന്റെ x1 y1, ഇത് x2 y2, ഇത് m/n. അപ്പോൾ എക്സ് കാണാൻ എന്താണ് ഫോർമുല? x1 പ്ലസ്, അതായത് 3 പ്ലസ് m/m+n, അതായത് 2 പ്ലസ് 3, 2/2 പ്ലസ് 3, 2/5 ഇൻറ്റു x2 മൈനസ് x1, 8 മൈനസ് 3 ദാറ്റ് ഈസ് 5. അപ്പോൾ 3 പ്ലസ് 2/5 ഇൻറ്റു 5, 5 വെട്ടിപ്പോവും. 3 പ്ലസ് 2 ദാറ്റ് ഈസ് 5 എന്ന് കിട്ടും. അപ്പോൾ പിയുടെ എക്സ് കോർഡിനേറ്റ് 5. y കോർഡിനേറ്റോ? y കോർഡിനേറ്റ് ഇതുപോലെ തന്നെ y1 പ്ലസ് m/m+n ഇൻറ്റു y2 മൈനസ് y ആണ് ഈ ഫോർമുല. അപ്പോൾ y1 എന്ന് പറയുന്നത് 2 ആണ്, 2 പ്ലസ് m/m+n എന്ന് പറഞ്ഞാൽ 2/5 തന്നെ, 2/2 പ്ലസ് 3 അതായത് 2/5 ഇൻറ്റു 7 മൈനസ് 2 ദാറ്റ് ഈസ് ഓൾസോ 5. അപ്പോൾ 5 വെട്ടിപ്പോവും. അപ്പോൾ 2 പ്ലസ് 2 ദാറ്റ് ഈസ് 4. Therefore P, the coordinate of P is 5 4. ക്ലിയർ ആയോ? ഇനി കോർഡിനേറ്റ് ഓഫ് Q ആണെങ്കിലോ x1 y1 x2 y2 അതിന് വ്യത്യാസമില്ല, റേഷ്യോ മാത്രമേ മാറിയിട്ടുള്ളൂ. m/m+n എന്ന് പറഞ്ഞാൽ 3/3 പ്ലസ് 2, അതായത് 3/5 വരും, അത്രേ ഉള്ളൂ. അപ്പോൾ എക്സ് കാണണമെങ്കിൽ x1 പ്ലസ് m/m+n, അതായത് 3/5 ഇൻറ്റു x2 മൈനസ് x1. ഇവിടുത്തെ എടുത്താൽ അതുപോലെ തന്നെ വ്യത്യാസം എന്ത് മാത്രമേ ഉള്ളൂ? ഇവിടെ എടുത്ത പോലെ തന്നെ വ്യത്യാസം എന്ത് മാത്രമേ ഉള്ളൂ?
എം ബൈ എം പ്ലസ് എൻ മാറും, അത് 3/5 ആവും. കാരണം ഇത് 3:2 ആണ്. അപ്പോൾ 3 + 2 5, 3/3 + 5, 3/3 + 2 അതായത് 3/5. അപ്പോൾ 3/5 എന്ന് വന്നു. ബാക്കി 8 - 3 ഒക്കെ അത് തന്നെ. അപ്പോൾ 3 + 3/5 × 8 - 3. അപ്പോൾ 5 വെട്ടിപ്പോയി 3 + 3 6 എന്ന് വരും. അതായത് ഇതിന്റെ x കോർഡിനേറ്റ് 6 ആണെങ്കിൽ y കോർഡിനേറ്റോ y = y1 + m / m + n × y2 - y1. അപ്പോൾ y1 എന്ന് പറയുന്നത് വ്യത്യാസമില്ല, അത് എത്രയാണ് 2. m / m + എന്ന് പറയുമ്പോൾ 3/3 + 2 അതായത് 3/5. y2 - y1 7 - 2 അത് 5 തന്നെ. അപ്പോൾ ഇവിടെ 5 വെട്ടിപ്പോയി. അപ്പോൾ 2 + 3 that is 5. Therefore the coordinate of q is 6 5. പറഞ്ഞു മനസ്സിലായോ? ഓക്കെ, നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ഒരു പ്രോബ്ലത്തിട്ട് പോവാം. Calculate the coordinate of the points which divide the line joining 1 6 and 5 2 into 3 equal parts. അതായത് 1 6 എന്ന പോയിന്റും 5 2 എന്ന പോയിന്റും ജോയിൻ ചെയ്യുന്ന ലൈനെ 3 ഈക്വൽ പാർട്ട് ആക്കി മാറ്റുമ്പോൾ ഓരോ പോയിന്റിന്റെയും കോർഡിനേറ്റ് ആണ്. അതായത് ഈ പോയിന്റ് എടുക്കുമ്പോൾ ഇത് 1:2, കാരണം ഇത് 1 പാർട്ട് ഇത് 2 പാർട്ടുമാണ്. 1:2. ഈ പോയിന്റ് ആണെങ്കിലോ ഇത് 2 പാർട്ട് ഇത് 1 പാർട്ടുമാണ്. അപ്പോൾ 2:1. അപ്പോൾ എന്ന് പറഞ്ഞാൽ 1:2 ഡിവൈഡ് ചെയ്യുന്ന പോയിന്റും 2:1 ഡിവൈഡ് ചെയ്യുന്ന പോയിന്റും കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിനെ 3 ഈക്വൽ പാർട്ടാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ പിയുടെ കോർഡിനേറ്റും ക്യൂവിന്റെ കോർഡിനേറ്റും, ഒന്നാമത്തെ പോയിന്റ് x1 y1, അടുത്തതിന് x2 y2. അപ്പോൾ പിയുടെ x കോർഡിനേറ്റ് കാണാൻ x = x1 + m / m + n × x2 - x1. x1 എന്ന് പറയുന്നത് 1 ആണ്. m / m + n എന്ന് പറയുമ്പോൾ 1/1 + 2. അപ്പോൾ 1/3, അതായത് 1:2 എന്ന് പറഞ്ഞാൽ ആകെ ഉള്ളതിന് 3 ഈക്വൽ പാർട്ട് ആക്കിയാൽ 1 പാർട്ട്. അപ്പോൾ 1/3 × x2 - x1 5 - 1. അപ്പോൾ 1 + 1/3 × 5 - 1 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ 4/3. അത് സിംപ്ലിഫൈ ചെയ്തിട്ട് 1 + 4/3 ചെയ്യുമ്പോൾ 3/3 + 4/3. 3/3 + 4/3 എന്ന് 3 + 4 7/3. അപ്പോൾ 2 1/3. അപ്പോൾ 2 1/3 അല്ലെങ്കിൽ 7/3 എന്ന് എഴുതിയാലും മതി. അപ്പോൾ 7/3 ആണ് പിയുടെ x കോർഡിനേറ്റ്. അതുപോലെ y കോർഡിനേറ്റോ y1 + 1/3 × y2 - 1 അതായത് 2 - 6. 2 - 6 എത്രയാണ്? -4. അപ്പോൾ 6 + -4/3. അപ്പോൾ 6 + -4/3 എന്ന് പറയുമ്പോൾ 6 എന്ന് പറഞ്ഞാൽ 18/3 എന്ന് എഴുതാം. അപ്പോൾ 18 - 4/3. 18 - 4 എന്ന് പറഞ്ഞാൽ 14. 14/3 അതായത് 4 2/3. Therefore P is 2 1/3 4 2/3. P is 7/3 14/3 അങ്ങനെ എഴുതിയാലും മതി. അപ്പോൾ പിയുടെ കോർഡിനേറ്റ് കിട്ടി. 1:2 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്ന കോർഡിനേറ്റ് കിട്ടി. ഇനി ക്യൂവിന്റെ കണ്ടുപിടിക്കുന്നതിലോ റേഷ്യോ 2:1 ആവും. അതായത് 2/1 + 3 2/3 എന്നാവും. 1/3 മാറ്റി 2/3 ആവും. വേറെ വ്യത്യാസമില്ല. അപ്പോൾ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. x = 1 + x1 + 2/3 × 5 - 1 that is 1 + 8/3. 5 - 1 4 ആണ്. 2 × 4 8 8/3. അപ്പോൾ 3/3 + 8/3 11/3 എന്ന് കിട്ടും. അതുപോലെ y ആണെങ്കിലോ y1 + അതായത് 6 + 2/3 × y2 - y1. അപ്പോൾ എന്ന് വരും നോക്കിയേ 6 + 2/3 × 2 - 6. അപ്പോൾ 6 - 2 - 6 എന്ന് പറഞ്ഞാൽ -4 ആണ്. അപ്പോൾ -4 × 2 -8. അപ്പോൾ 6 - 8/3. അപ്പോൾ ഇവിടെ 18/3 - 8/3. 18 - 8 10/3. അപ്പോൾ ഇതിന്റെ ക്യൂവിന്റെ x കോർഡിനേറ്റ് എന്ന് പറയുന്നത് 11/3, y കോർഡിനേറ്റ് എന്ന് പറയുന്നത് 10/3. Therefore q is 11/3 10/3. ക്ലിയർ ആയി പറഞ്ഞത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ചോദ്യം ഇവിടെ. The vertices of a triangle are -1 5 3 7 1 1. Find its centroid. Centroid എന്ന് പറയുന്നത് എന്താ? പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദി മീഡിയൻസ്. അതായത് മീഡിയൻസ് ഒരു ട്രയാങ്കിളിന്റെ വെർട്ടെക്സിന് ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുന്ന ലൈനാണ് മീഡിയൻ. അങ്ങനെ 3 മീഡിയൻസും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് സെൻട്രോയിഡ്. വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദി കോർഡിനേറ്റ് ഓഫ് ദി സെൻട്രോയിഡ്. ഇനി സെൻട്രോയിഡ് ഡിവൈഡ്സ് ഈച്ച് മീഡിയൻ റേഷ്യോ 2:1 ആണ് നമുക്കറിയാം. അതായത് ഈ AG ഈസ്റ്റ് GP 2:1 ആണ്. അതുപോലെ ഈ ഡിസ്റ്റൻസ് ഈസ്റ്റ് ഈ ഡിസ്റ്റൻസ് 2:1 ആണ്. ദിസ് ഡിസ്റ്റൻസ് ഈസ്റ്റ് ദിസ് ഡിസ്റ്റൻസ് ഓൾസോ 2:1 ആണ്. നമുക്ക് ജിയുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. ജിയുടെ കോർഡിനേറ്റ് കാണണമെങ്കിൽ അപ്പോൾ ഈ ലൈനിന്റെ അതായത് ഈ സൈഡിന്റെ മിഡ് പോയിന്റ് ആണ് പി. കാരണം വെർട്ടെക്സ് ചെയ്യുന്ന ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുന്ന ലൈനാണ് മീഡിയൻ.
അപ്പോൾ പി എന്ന് പറയുന്നത് ഈ രണ്ട് പോയിന്റ് മിഡ് പോയിന്റ് ആണ്. അപ്പോൾ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. അപ്പോൾ പിയുടെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ -1 + 1/2 5 + 1/2. അപ്പോൾ പി എന്ന് പറയുന്നത് ഹാഫ് ഓഫ് -1 + 1, അതായത് -1 + 1 0 ആണ്, 0/2 0 എന്ന് കിട്ടും. അതുപോലെ ഹാഫ് ഓഫ് 5 + 1, അതായത് 5 + 1 6, 6/2 3. അപ്പോൾ 0 3 ആണ് ഇതിന്റെ മിഡ് പോയിന്റ്. അതായത് -1 ഒന്നും കൂട്ടി പകുതി എടുത്തു, 5 ഒന്നും കൂട്ടി പകുതി എടുത്തു. അപ്പോൾ 0 3 is the point P. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ജി ആണ്. ജി എന്ന് പറഞ്ഞാൽ AG/GP 2:1 ആണ്. അപ്പൊ ഈ ലൈന് 2:1 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ്. അപ്പൊ 2:1 ആകുമ്പോ ഇത് x1 y1 ഇത് x2 y2 ആയിട്ട് എടുക്കുക. അപ്പോ AG/GP 2:1 ആണ്. അപ്പൊ x കാണുന്നത് എന്ത് ചെയ്യണം? x1 പ്ലസ്, അപ്പൊ x1 ഇതാണ്, x1 പ്ലസ് 2:1 ആയതുകൊണ്ട് 2/2 + 1, അതായത് 2/3. അതായത് ഇതിനെ 3 ഈക്വൽ പാർട്ട് ആക്കിയാൽ 2 പാർട്ട്. അപ്പൊ 2/3 ഇൻറ്റു x2 - x1, അതായത് AG/GP 2:1 ഇതാ എടുത്തത്. അതുകൊണ്ടാണ് ഇത് x1 y1 ഇത് x2 y2. അപ്പോൾ 3 + 2/3 ഇൻറ്റു 0 - 3, ദാറ്റ് ഈസ് -3. അപ്പോൾ 3 + 2/3 ഇൻറ്റു -3, 3 3 ക്യാൻസൽ ആയി പോകും. 3 - 2 ദാറ്റ് ഈസ് 1. ഇതിന്റെ x കോർഡിനേറ്റ് 1 ആണ്. അതുപോലെ y കോർഡിനേറ്റോ, y കോർഡിനേറ്റ് ഈസ് ഈക്വൽ ടു ഇതുപോലെ തന്നെ ഫോർമുല എഴുതുക. y കോർഡിനേറ്റ് 7 + 2/3 ഇൻറ്റു 3 - 7. 3 - 7 എന്ന് പറഞ്ഞാൽ -4 ആണ്. അപ്പോൾ 7 + 2 ഇൻറ്റു -4 -8. അപ്പോൾ 7 - 8/3. അപ്പോൾ 7 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 7 21/3 ആണ്. അപ്പോൾ 21/3 - 8/3. അപ്പോൾ 21 - 8/3 ദാറ്റ് ഈസ് 13/3. Therefore G, the coordinate of G is 1 13/3. X coordinate 1, y coordinate 13/3. അപ്പോൾ ജിയുടെ കോർഡിനേറ്റ് നമുക്ക് കിട്ടി. ഇങ്ങനെ കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെ അല്ലാതെ കണ്ടുപിടിക്കാം കേട്ടോ. സെൻട്രോയിഡ് കാണാൻ ഒരു എളുപ്പവഴി എന്താണ്? എക്സ് കോർഡിനേറ്റ് എല്ലാം കൂടി കൂട്ടുക, 3ഉം -1ഉം 1ഉം കൂട്ടുക, 3 കിട്ടും. അതിനെ 3 കൊണ്ട് ആവറേജ് ഓഫ് ദി എക്സ് കോർഡിനേറ്റ് x1 + x2 + x3/3, y1 + y2 + y3/3, 7 + 5 12, 12 + 1 13, 13/3. അപ്പോൾ 13/3 കണ്ടോ. അപ്പോൾ എക്സ് കോർഡിനേറ്റ് എല്ലാം കൂട്ടി 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, y കോർഡിനേറ്റ് എല്ലാം കൂട്ടി 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഡയറക്റ്റ് അങ്ങനെ ചെയ്താലും ശരിയാണ്. സെൻട്രോയിഡ് x1 + x2 + x3/3, y1 + y2 + y3/3 അങ്ങനെയും കണ്ടുപിടിക്കാം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ 3 പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഏത് റേഷ്യോയിൽ, ഒരു റേഷ്യോയിൽ m/n എന്ന റേഷ്യോയിൽ ഒരു ലൈനെ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റും y കോർഡിനേറ്റും കണ്ടുപിടിക്കുന്ന ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഉപയോഗിച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതുപോലെ പ്രോബ്ലം ചെയ്യാം. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.